തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒന്നാം ഘട്ട വോട്ടിങ്ങിൻ്റെ വിശകലനങ്ങളുമായി അൺഫിൽ ഡിസൂസ ചേരുകയാണ്. അൺഫിൽ, നമുക്കറിയാം ഈ പ്രാദേശിക വിഷയങ്ങൾക്കപ്പുറം ദേശീയ രാഷ്ട്രീയം വരെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് ഇനിയുള്ള മണിക്കൂറുകൾ മൂന്ന് മുന്നണികൾക്കും ആശങ്കയുടെയും ഒപ്പം പ്രതീക്ഷയുടെയും കൂടിയാണ്. ഏത് രീതിയിൽ ജനവികാരം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് നമുക്കറിയാം. ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം ഇന്ന് പോളിംഗ് ദിനത്തിൽ സജീവമായി പ്രതികരണങ്ങളുണ്ടായി. ഒപ്പം ദിലീപ് വിഷയത്തിലെ അടക്കം പ്രതികരണങ്ങൾ ഇന്ന് കോൺഗ്രസിൽ നിന്ന് വന്നു. അതും ഇന്നിപ്പോൾ ശ്രദ്ധേയമായി. എങ്ങനെ വിലയിരുത്തുന്നു ഈ ഒന്നാം ഘട്ടത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ? സ്വപ്ന, തീർച്ചയായും വീറും വാശിയുമേറിയ ഒരു മാസക്കാലം നീണ്ടുനിന്ന പ്രചാരണത്തിനൊടുവിലാണ് സംസ്ഥാനത്ത് ഒന്നാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നത്. 72% പോളിംഗ് ഈ 7 ജില്ലകളിൽ നടന്നുവെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ. അത് അന്തിമമായ കണക്കുകൾ അല്ലെങ്കിൽ കൂടിയും ഈ ഉയർന്ന പോളിംഗ് ഇതൊരു ഭേദപ്പെട്ട പോളിംഗിൽ 3 മുന്നണികളും കൃത്യമായ കണക്കൂട്ടലിലും പ്രതീക്ഷയിലും തന്നെയാണ്. ഇത് തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്ന വിലയിരുത്തലാണ് 3 മുന്നണികളും. ഒപ്പം തന്നെയും നിരവധി വിഷയങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് കാലയളവിലൊക്കെ തന്നെയും പ്രചാരണ വിഷയമായി മാറിയത്. അതിൽ ദേശീയ രാഷ്ട്രീയം വരെ ചർച്ച ചെയ്തൊരു തെരഞ്ഞെടുപ്പായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ പലതും തന്നെ, അത് ശബരിമല സ്വർണ്ണക്കൊള്ളയായാലും രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ആയാലും തന്നെ അപ്രതീക്ഷിതമായി കടന്നു വന്ന വിവാദങ്ങളായിരുന്നു. ഇതൊക്കെ തന്നെ തങ്ങൾക്ക് അനുകൂലമായും പ്രതികൂലമായും ഒക്കെ മാറ്റുന്നതിന് വേണ്ടിയൊക്കെയുള്ള ഒരു തന്ത്രവും കരുക്കളൊക്കെ കൃത്യമായി തന്നെ മുന്നണികൾ ഈ പ്രചാരണ കാലയളവിലുടനീളം പ്രയോഗിച്ചിരുന്നു. എങ്കിലും ഈ ഏറ്റവും ഒടുവിൽ ഈ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിയുമ്പോൾ ഈ ഒരു പോളിംഗ് ശതമാനത്തിലൊക്കെ തന്നെ 3 മുന്നണികളും കൃത്യമായി തന്നെ പ്രതീക്ഷ അർപ്പിക്കുകയാണ്. അതേസമയം ഈ ശബരിമല എന്ന് പറയുന്നത് എല്ലാ തെരഞ്ഞെടുപ്പിലും നമുക്കറിയാം ഒരു വജ്രായുധം തന്നെയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ദിനത്തിൽ പോലും അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ അത് സജീവമായി നിലനിർത്താനായി പ്രതിപക്ഷം, പ്രത്യേകിച്ച് UDFും BJPയും ഒക്കെ ശ്രമിച്ചിരുന്നു. രാവിലെ വോട്ട് ചെയ്യാനായി പ്രതിപക്ഷ നേതാവ് എത്തുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉന്നതർക്കെതിരെ കൂടി അന്വേഷണം നീളണമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. തൊട്ട് പിന്നാലെ BJPയിൽ നിന്ന് സുരേഷ് ഗോപി പറയുന്നു അയ്യപ്പ ഭക്തരുടെ ഒരു പ്രതികാരം ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്നൊക്കെ അദ്ദേഹം പറയുന്നു. അതേസമയം അതിനെ പ്രതിരോധിച്ച സർക്കാരാകട്ടെ കൃത്യമായ അന്വേഷണത്തിലൂടെ ജനങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ തന്നെ സർക്കാരിന് അനുകൂലമായി മാറുമെന്ന പ്രതിരോധ കവചം സർക്കാർ CPM തീർത്തുകൊണ്ടേയിരുന്നു. അതോടൊപ്പം തന്നെയും ദിലീപുമായി ബന്ധപ്പെട്ട തൊട്ട് തലേ ദിവസമുണ്ടായ ആ വിധി പോലും, കോടതി വിധി പോലും വോട്ടർമാരെ ഏത് രീതിയിൽ സ്വാധീനിക്കുമെന്ന കൃത്യമായ വിലയിരുത്തൽ മുന്നണിക്കുണ്ടായിരുന്നു. അതിൽ തന്നെ UDF കൺവീനറുടെ ഭാഗത്തുനിന്നുണ്ടായൊരു പ്രതികരണം, ആ പ്രതികരണം അപ്പുറത്ത് CPM ഒക്കെ കോൺഗ്രസിനെതിരെ ആയുധമാക്കുന്നു. അത് തിരിച്ചറിഞ്ഞ കോൺഗ്രസ് നേതൃത്വം അതിവേഗത്തിൽ തന്നെ നിലപാടെടുത്ത് UDF കൺവീനറെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കുന്നു. ഇത് അതിജീവിതമൊക്കെ തന്നെയാണ് തങ്ങളെന്ന് അവർ ആവർത്തിച്ച് കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം ഒക്കെ ആവർത്തിച്ച് പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അപ്രതീക്ഷിതമായ വിവാദങ്ങളും പ്രസ്താവനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് തങ്ങൾക്ക് അനുകൂലമാക്കാൻ 3 മുന്നണികളും കൃത്യമായി തന്നെ കരുക്കൾ നീക്കുന്നു. അത് തങ്ങളിലേക്ക് വരുന്ന ആയുധങ്ങളൊക്കെ തന്നെയും അത് അല്ലെങ്കിൽ അതിനെ തിരിച്ചുവിടുന്നതിനുമൊക്കെയായി മുന്നണികൾ വളരെ തന്ത്രപൂർവ്വം തന്നെ മുന്നോട്ട് പോയൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ദിവസം, അത് അവസാനം ഈ വോട്ടെടുപ്പിൻ്റെ ഏറ്റവും അവസാന മണിക്കൂറുകൾ വരെ ഇതൊക്കെ തന്നെ വിവാദങ്ങളൊക്കെ തന്നെ പ്രതിഫലിച്ചിരുന്നെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. അതേസമയം ഈ 7 ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ മുന്നണികൾ ഏറ്റവും പ്രതീക്ഷിക്കുന്ന കോർപ്പറേഷനാണ്. 3 കോർപ്പറേഷൻ, തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം കോർപ്പറേഷനാണ്. ഇതിൽ 3 ഇപ്പോൾ നിലവിൽ ഭരിക്കുന്നത് LDF ആണെങ്കിലും UDF ആകട്ടെ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്നത് കൊച്ചി കോർപ്പറേഷനാണ്. അവിടെ ഒരുപക്ഷെ ഭരണത്തിലേറാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ വലിയ രീതിയിൽ തന്നെ UDF പ്രതീക്ഷ കൽപ്പിക്കുകയാണ്. ഒപ്പം തന്നെയും BJP ആകട്ടെ, BJPക്ക് ഏറ്റവും മുതൽ പ്രതീക്ഷയുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇക്കുറി ഭരണത്തിലേറാൻ കഴിയുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസം അവരും കാണിക്കുന്നു. അതേസമയം LDF ആകട്ടെ ഈ വിവാദങ്ങളൊന്നും തന്നെ തങ്ങളെ ബാധിക്കില്ല. സർക്കാരിൻ്റെ ഭരണ നേട്ടവും ക്ഷേമ പദ്ധതികളിലേക്ക് ഗുണഫലങ്ങൾ ജനങ്ങൾ തിരിച്ചറിയും. അതൊക്കെ തന്നെ അനുകൂലമായി മാറുമെന്ന് LDFും പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും വോട്ടെടുപ്പിൻ്റെ ഫലം വരുന്നത് വരെയും കൃത്യമായ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് 3 മുന്നണികളും.